ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പ്ലാന്റായ മണി പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മണി പ്ലാന്റ് എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിലും ആദ്യമേ ഓടിയെത്തുക പണ്ട് കാലങ്ങളിൽ നമ്മൾ പറമ്പിലും വഴി സൈഡിലും ഒക്കെ ആയിട്ട് കാണുന്ന ഒരു നോർമൽ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ. ഗ്രീൻ ലീഫും അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡും അല്ലെങ്കിൽ യെല്ലോ പുള്ളികളൊക്കെ ആയിട്ട് വരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അല്ലേ. പിന്നെ എത്ര ചെടി നടാത്തവരാണെങ്കിൽ കൂടിയും ഒരു ചെറിയ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് എങ്കിലും എവിടെയെങ്കിലും ഗ്ലാസ്സിലോ പോട്ടിലോ അങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഒരുപാട് കൂട്ടുകാരാണ് ഉള്ളത്. നല്ല എന്താ പറയുക, ചെറിയ ചെറിയ പ്രൈസ് മുതൽ വലിയ വലിയ പ്രൈസ് വരെയുള്ള മണി പ്ലാന്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് സ്ലീപ്പിംഗ് പോത്തോസാണ്. പോത്തോസിൻ്റെ നല്ലൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ഇരിക്കുകയുള്ളു. നമ്മൾ വിചാരിക്കും എന്തോ അസുഖം വന്ന് കുരടിപ്പോ വാട്ടരോഗമൊക്കെ വന്നെന്ന്. ഒന്നല്ല, സ്ലീപ്പിംഗ് പോത്തോസാണ്. എപ്പോഴും ഉറക്കത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവനാൾ പുലിയാട്ടോ, നമ്മളെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ മണി പ്ലാന്റിൻ്റെ കെയറിങ്ങും. അതുപോലെ തന്നെ 3 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ പോട്ട് ഫുള്ളാക്കി വെക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഷ്ടപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വേഗം നമുക്ക് ഇൻഡോറിൽ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ പെബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ഒരു പോട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടോളൂ. മണി പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ അധിക പാടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ റെയർ വെറൈറ്റീസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് മാത്രം. കാരണം അത് വെക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ചിലത് ചീഞ്ഞ് പോകാനൊക്കെ ഉണ്ട്. കാരണം വെള്ളം വേണ്ടാത്ത വെറൈറ്റീസും വെള്ളം വേണമെന്ന വെറൈറ്റീസും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മണി പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മഞ്ജുള പോത്തോസ്, സിൽവർ പോത്തോസ്, അതുപോലെ തന്നെ നിയോൺ പോത്തോസ്, ലിയോൺ പോത്തോസ്, സ്ലീപ്പിംഗ് പോത്തോസൊക്കെയാണ് കുറേ വെറൈറ്റീസ് ഇനിയും എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചാനലിൽ നിങ്ങൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വീഡിയോസിൽ നമ്മൾ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ കട്ടിങ്സ് മുന്നേ 5 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രീതി എങ്ങനെയാണെന്നറിയോ ചട്ടി നിറച്ചെടുക്കാൻ കഴിയുന്നത്? ഒരു ചട്ടി നിറപ്പിച്ച് വേഗം നാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മണി പ്ലാന്റ് വെക്കുമ്പം ഒരു കട്ടിങ്സ് ചിലരുണ്ട് ഇത്രയും ഒരു വലിയ പീസ് എടുത്ത് ഒന്നിച്ചങ്ങോട്ട് വെക്കും. അങ്ങനെ വെക്കരുത് കേട്ടോ. നമുക്ക് ഒരു കട്ടിങ്സ് കിട്ടിയാൽ ഇപ്പോൾ ഇത്രയേ കിട്ടിയോളെന്ന് വെച്ചോ, അപ്പോൾ ഈ ഓരോ റൂട്ട് ഭാഗവും കട്ട് ചെയ്ത് 1 2 3 ഇത്ര കിട്ടിയാൽ 3 മൂട് വെക്കാൻ പറ്റും. വേഗം ഇതിൽ നിന്ന് ബുഷിയായിട്ട് നല്ല അണക്ക് കിളിച്ച് വരും. അപ്പോൾ തന്നെ വേഗം അതിൽ നിന്ന് ഷൂട്ട് നീളുമ്പോൾ വീണ്ടും കട്ട് ചെയ്യാം റൂട്ട് വരുന്ന ഭാഗം. എന്നിട്ട് അതേ പോട്ടിൽ തന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ട് ചട്ടി നിറഞ്ഞിരിക്കുന്ന പോത്തോസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ മൂടുകളാണ് ഇതുപോലെ കുത്തി കൊടുത്തിരിക്കുന്നത്. ആദ്യം ചെറിയൊരു കട്ടിങ്സ് വെച്ചു, അതിൽ നിന്ന് റൂട്ട് നീണ്ടു വന്ന് വലിയ ശിഖരം വന്ന ടൈമിൽ അതിനെ നമ്മൾ ആ വള്ളീനെ കട്ട് ചെയ്ത് ഓരോ റൂട്ടിൻ്റെയും ലീഫിൻ്റെയും അടുത്ത റൂട്ടുണ്ടാവും, ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വീണ്ടും കുത്തി പിടിപ്പിച്ച് ഇങ്ങനെ പോട്ട് നിറച്ചെടുത്തു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്കൊരു 2 മാസം കൊണ്ടൊക്കെ ഇത്രയും സെറ്റായിട്ട് കിട്ടുക കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ പോത്തോസ് വെറൈറ്റി. അടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊരു പോട്ട് എടുക്കുക. ഇതുപോലെ കുറച്ച് നല്ല ഓരോ ഇലയുള്ള കട്ടിങ്സ് എടുക്കരുത്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ പിടിപ്പിച്ചതിൻ്റെ ഇങ്ങനെയുള്ള കട്ടിങ്സൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ ചട്ടി നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ നമുക്കൊരു ചട്ടി പുതുതായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കട്ടിങ്സ് ഇങ്ങനെ എടുക്കുക. അതായത് ഈ കിളിയലോട് കൂടിയിട്ട് കിട്ടും, അതായത് ആ മണ്ടവശം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും കുറച്ചധികം നട്ടു വെച്ചേക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഈർക്കിലെടുത്ത് അത്യാവശ്യം കുത്തി കൊടുക്കാം. ഓക്കെ, അതായത് ഇത് കണ്ടോ, ഇപ്പോൾ ഒരു 3 എണ്ണം വെച്ചപ്പോൾ തന്നെ
ആ പോട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേഗം വീട്ടിലൊരു ഗസ്റ്റ് വരാമെന്ന് വെച്ചാൽ പെട്ടെന്ന് സിറ്റ് ഔട്ടിലോ കാർ പോർച്ചിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ ചെറിയൊരു ടേബിൾ ടോപ്പായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മനസ്സിലായില്ലേ, 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് പോട്ട് നിറച്ചെടുക്കാൻ കഴിയണ ഒരു ചട്ടിയെന്ന്. ഒരു മണി പ്ലാന്റിനെ ഒരു പോട്ട് നിറയ്ക്കാൻ പറ്റണ എങ്ങനെയാണെന്ന് ഇത് കണ്ടോ, ഇതേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഭംഗിയല്ലേ കാണാൻ. അതുപോലെ ഇതും ഇങ്ങനെ ഇടയിലോട്ട് കുത്തി കൊടുക്കാം. ചെറിയ ഹോൾസ് ഇട്ടിട്ടായാലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇപ്പോൾ ആ ഒരു ചട്ടി നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം വേഗം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാം, നമ്മൾ പെട്ടെന്ന് നട്ടൊരു ചെടിയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അത്യാവശ്യം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ചട്ടിയാണ്. പിന്നെ അത് നമ്മൾ അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി, നന്നായിട്ട് റൂട്ട് സെറ്റായി കിളിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഐഡിയ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.